ലാലേട്ടൻ്റെ കിരീടം എന്ന സിനിമേൻ്റെ 2 ദിവസത്തെ കേരള ബോക്സ് ഓഫീസും റെസ്റ്റ് ഓഫ് ഇന്ത്യ ബോക്സ് ഓഫീസും പരിശോധിക്കാം നമുക്ക്. അതിനു മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സീരീസ് ചാനൽ കിരീടം. എന്തായാലും പടത്തിൻ്റെ കേരള ഗ്രോസ് പരിശോധിക്കുകയാണെങ്കിൽ ആദ്യ ദിവസം സിനിമയ്ക്ക് ഓൾമോസ്റ്റ് 5 ലക്ഷമാണ് ഓപ്പണിംഗ് കാണാൻ സാധിച്ചത്. രണ്ടാം ദിവസം സിനിമയ്ക്ക് 4 ലക്ഷത്തിന് മുകളിലായിട്ടാണ്. ഇപ്പം നിലവിൽ ടോട്ടൽ 2 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് 9.20 ലക്ഷമാണ് നമ്മുടെ ലാലേട്ടൻ അഭിനയിച്ച 4K ക്വാളിറ്റിയിൽ വീണ്ടും റിലീസ് ചെയ്യുന്ന കിരീടം സിനിമേൻ്റെ ബോക്സ് ഓഫീസ്. ഇനി കേരളത്തിന് പുറത്തൊക്കെ സിനിമയ്ക്ക് 60,000 ബോക്സ് ഓഫീസ്. ടോട്ടൽ കേരളത്തിൽ നിന്ന് സിനിമ അങ്ങനെ 9.80 ലക്ഷമാണ് ഗ്രോസ്. വളരെ മോശമായൊരു ഓപ്പണിംഗ് ആണ് കേരളത്തിൽ സിനിമയ്ക്ക് ഗ്രോസ് ആയിട്ട്. എന്നാൽ പോലും സിനിമയ്ക്ക് ഞായറാഴ്ച നല്ലൊരു കളക്ഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഓൾ ടൈം ഹയസ്റ്റ് റീ റിലീസ് ഗ്രോസിംഗ് നമ്മുടെ കേരളത്തിലെ ഹിസ്റ്ററി ബോക്സ് ഓഫീസ് പരിശോധിക്കുകയാണെങ്കിൽ കിരീടം സിനിമേൻ്റെ 4K 25ാമത്തെ സ്ഥാനം നിൽക്കുന്നുണ്ട്. അതും 9.20 ലക്ഷമായിട്ട്. ഇനി എന്തായാലും ടോപ്പ് 5 പരിശോധിക്കുകയാണെങ്കിലും ലാലേട്ടൻ സിനിമകൾ തന്നെയാണ്. ദേവദൂതൻ, ചോട്ടാ മുംബൈ, രാവണപ്രഭു, സ്ഫടികം, മണിച്ചിത്രത്താഴൊക്കെ. എന്തായാലും നമ്മുടെ ലാലേട്ടൻ്റെ സിനിമകൾ 5 ഉണ്ട്. മമ്മൂട്ടിക്ക് ഒരു സിനിമയുണ്ട് 26ാമത്തെ സ്ഥാനം. പടത്തിൻ്റെ പേര് ആവനഴി എന്നുള്ളതുകൊണ്ട് പേര്. 9 ലക്ഷമാണ് പടത്തിൻ്റെ ഗ്രോസ് ഓപ്പണിങ്ങിൽ, അതും 2 ദിവസത്തെ. എന്തായാലും മികച്ചൊരു ഓപ്പണിംഗ് ബോക്സ് ഓഫീസിൽ എന്തായാലും മമ്മൂക്കേനെ ഒരു സിനിമ പോലും കാണുന്നില്ല. ഒക്കെ ലാലേട്ടൻ സിനിമകൾ തന്നെയാണ്. എന്തെങ്കിലും കാത്തിരിന്നെ ചെയ്യാൻ നമുക്ക് കിരീടം സിനിമയിലെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ട്. അതിനും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സീരീസ് ചാനൽ.